ജി.എസ്. നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സെയിൽസ് പോസ്റ്റുമായിട്ടാണ്, അതായത് പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ഒരു പോസ്റ്റുമായിട്ടാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിലേക്ക് നിറയെ പൂക്കൾ തരുന്ന ഗ്ലാഡിയോലസ് ചെടിയുടെ കിഴങ്ങുകളാണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ കേരളത്തിൽ അത്ര പരിചയമല്ലാത്തൊരു പ്ലാന്റാണ്. എങ്കിൽ കൂടി നമ്മൾ ടൂർ പോകുന്ന സമയത്തൊക്കെ ഈ റിസോർട്ടുകളുടെ മുമ്പിലൊക്കെ നിരവധിയായിട്ട് പല നിറത്തിൽ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലും നിറയെ പൂക്കളുണ്ടാവും. അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ മറ്റേ ഫേസ്ബുക്കിലോ മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കേരളത്തിൻ്റെ കാലാവസ്ഥയിലൊക്കെ നിറഞ്ഞ പൂക്കൾ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ നടീൽ രീതികളെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് വരുന്നത് ഈ ഒരു രീതിയിലാണ്, ഏകദേശം ഒരു ഉള്ളിയുടെ രൂപസാദൃശ്യത്തിലാണ് ഈ ഒരു കിഴങ്ങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നടീൽ രീതികളും പരിപാലന രീതികളും നമുക്ക് കാണാം. ഈ ഒരു കിഴങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ പൂവിൻ്റെ ഫോട്ടോസ് കാണാനൊക്കെ വേണ്ടിയിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കാലാവസ്ഥയിലുണ്ടായത്, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുണ്ടായതും, അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സെയിൽ ചെയ്തിട്ട് കസ്റ്റമർ എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് മാറ്റി ഞാൻ ഷെയർ ചെയ്തു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം, ഈ കിഴങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ കിഴങ്ങ് നമുക്ക് വേണമെങ്കിൽ നേരിട്ട് മണ്ണിലും വെക്കാം, അതുപോലെ തന്നെ ചട്ടിയിലും വെക്കാം കേട്ടോ. ഒരു കിഴങ്ങൊക്കെയാണ് നമ്മൾ നടുന്നതെങ്കിൽ ഇത്ര ഒരു ചെറിയ ചട്ടി മതി. അതും ഏകദേശം ഒരു 1/4 ഭാഗം പോട്ടി മിക്സ് എടുത്ത്, പോട്ടി മിക്സ് പറയുമ്പോൾ വെറും ചാണകപ്പൊടി മണ്ണും മാത്രം മതിയിട്ട് ഇത് വളർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നടുന്ന രീതി എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ വേരുകൾ മുളക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ഇത് മുളച്ചു തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു 1/4 ഭാഗം മണ്ണെടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇത്രമാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മണ്ണിലേക്ക് താഴ്ത്തിയാൽ മതി. ബാക്കി ഒരു കുറച്ച് കാണുന്ന രീതിയിൽ വേണം ഇത് താഴ്ത്തി വെക്കാനായിട്ട് കേട്ടോ. ഇത് ഇങ്ങനെ നട്ടതിന് ശേഷം ഒരു തവണ മാത്രം നനച്ചു കൊടുക്കുക, പിന്നെ മുള വന്നതിന് ശേഷം മാത്രം വീണ്ടും നനച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിന് കുറച്ച് കഴിയുന്ന സമയത്ത് ഏകദേശം ഒരു ഓലച്ചെടി പോലെയാണ് ഇത് വളർന്നു വരിക. അപ്പോൾ ഏകദേശം ഒരു 2 അടിയോളം ഉയർന്നതിന് ശേഷം ഇതൊരു കമ്പ് വെച്ച് കെട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഇതിൻ്റെ പൂ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് തണ്ട് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കമ്പ് വെച്ച് കെട്ടിക്കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഈ കിഴങ്ങിൻ്റെ റേറ്റും അതുപോലെ തന്നെ മറ്റു ഡീറ്റെയിൽസൊക്കെ അറിയാവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.